നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല വാഹന ഉടമകളും പരാതിയായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ ചൂട് ഉള്ളിലേക്ക് വരുന്നുണ്ട്. AC ഇട്ടാൽ കൂടിയും ഒരു പരിധി കഴിയുമ്പോൾ, അതായത് ചെറിയ കാറ്റിലൊക്കെ ഇട്ടാൽ കൂടിയും ഒരു പരിധി കഴിയുമ്പോൾ ഉള്ളിലേക്ക് ആ ഒരു ചൂട് ഏൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡ്രൈവർ സൈഡും ഫ്രണ്ട് കോ ഡ്രൈവർ സൈഡിൻ്റെ ആ ഇടതു ഭാഗത്തും വലതു ഭാഗത്തും നിന്ന് ചൂട് വരുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഹനം ഈ ടോപ്പ് ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ചൂട് വരുന്നുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, എന്ത് കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. നമ്മുടെ വാഹനം ഏതൊരു വാഹനമാണെങ്കിലും അത് കൂടുതലും ഈ ഒരു പ്രശ്നം പറയുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനമെടുക്കുന്ന വാഹന ഉടമകളാണ് ഈ ഒരു കാര്യം കൂടുതലും പറയുന്നത്. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൽ ഫ്ലോർ മാറ്റ് അടിക്കുന്ന സമയത്ത്, വിനൈൽ മാറ്റ് ചെയ്യുന്ന സമയത്ത് പഴയ മാറ്റിൻ്റെ ഉള്ളിൽ ഒരു പഞ്ഞി പോലത്തെ ഒരു മാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ മാറ്റിനെ പലരും അഴിച്ച് കളയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ആ മാറ്റിൽ വെള്ളത്തിൻ്റെ ഈർപ്പമോ നനവോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കാലക്രമേണ പ്ലാറ്റ്ഫോമും റണ്ണിംഗ് ബോർഡിൻ്റെ ഇന്നർ പോർഷനും പിന്നെ കോർണർ സൈഡ് L ജോയിൻറ്റ് U ജോയിൻറ്റ് വരുന്ന ഭാഗത്തെല്ലാം തുരുമ്പ് കയറി നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ വരുന്നത് കൊണ്ട് പലരും ഈ മാറ്റിനെ അഴിച്ച് മാറ്റാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാര്യം അതിൻ്റെ ഉപയോഗമുള്ളത് കൊണ്ടാണ് കമ്പനിക്കാർ ആ മാറ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് പുറത്തെ ചൂട് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രധാനമായിട്ടും വച്ചിരിക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിലും വച്ചിട്ടുണ്ട്, അതുകൂടാതെ ടോപ്പിലും വച്ചിട്ടുണ്ട്. ചില വാഹനത്തിൽ ടോപ്പിൽ കാണില്ല, ചില വാഹനത്തിൽ പ്ലാറ്റ്ഫോമിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവറിൻ്റെ ആ ഒരു ബൂട്ട് വരുന്ന ഭാഗം, ആ ഗിയർ ലിവറിൻ്റെ ബൂട്ട് വരുന്ന ഭാഗത്തിന് എന്തെങ്കിലും രീതിയിലുള്ള തകരാറ് വന്നു കഴിഞ്ഞാലും പുറത്തെ ചൂട് അകത്തേക്ക് കയറുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ പലർക്കും അതറിയില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൂടാതെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലും അതുകൂടാതെ ഡാഷ് ബോർഡിൻ്റെ അകത്തുമായിട്ട് ചെറിയ മാറ്റുകൾ വരുന്നുണ്ട്. ആ മാറ്റിനെയും ഇതുപോലെ AC ഗ്യാസ് റീഫില്ല് ചെയ്യുന്ന സമയത്തോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റീരിയോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാഷ് അടിക്കുന്ന സമയത്തോ ഇതിനെ വലിച്ചെടുത്ത് കളയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് കൂടുതലും ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ചൂട് കയറുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു മാറ്റ്, ഇതിൽ കിടക്കുന്ന മാറ്റ് എടുത്ത് മാറ്റുവാൻ നോക്കരുത്. കൂടുതലും ആ ഒരു പ്രശ്നം പറ്റുന്നത് പുതിയ വാഹനം എടുത്തവർക്കല്ല, സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവർക്കാണ് കൂടുതൽ ആ ഒരു പ്രശ്നം പറ്റുന്നത്. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, ടെസ്റ്റ് വർക്കിനോ അല്ലെങ്കിൽ വാഹനം എന്തെങ്കിലും പാച്ച് വർക്കിനോ കയറ്റുന്ന സമയത്ത് ഈ അവിടെയുള്ള മെക്കാനിക്കാണെങ്കിലും പാച്ച് വർക്കറാണെങ്കിലും അതിനെ അഴിച്ച് കളയും. അതിൻ്റെ ഉപയോഗമില്ല എന്ന് പറഞ്ഞിട്ട് അഴിച്ച് കളയും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ ഉപയോഗമുള്ളത് കൊണ്ടാണ് വച്ചിരിക്കുന്നത്. അത് അപ്പോഴ് നിങ്ങൾക്കൊരു തൽക്കാലം ആശ്വാസം മാത്രം. പിന്നീട് വരും കാലങ്ങളിൽ വാഹനം ഓടുന്ന സമയത്ത്, ചൂടുള്ള സമയത്തൊക്കെ വാഹനം ഓടുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വാഹനത്തിൻ്റെ ടോപ്പ് സൈഡിൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ വാഹനം ഓടുന്ന സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് ചൂടേക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. ഈ കട്ടി കുറഞ്ഞ ടോപ്പ്, ചില വാഹനത്തിൽ ലെതർ മെറ്റീരിയലൊക്കെ ആയിരിക്കും അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലെതർ മെറ്റീരിയൽ ഇത്തിരി ചൂട് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും ഈ മാറ്റ് വച്ചിട്ടുണ്ടായിരിക്കും. ആ മാറ്റിനെ എടുത്ത് മാറ്റുമ്പോഴായിരിക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും കാലങ്ങളിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. പരമാവധി വാഹനത്തിൻ്റെ ഉള്ളിൽ കമ്പനി തന്നിരിക്കുന്ന ഏതൊരു പാർട്സ് ആണെങ്കിലും അത് മാറ്റുവാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു തൽക്കാല ആശ്വാസം മാത്രം. പിന്നീട് വരും കാലങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവർക്കോ ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വാഹനം ടെസ്റ്റ് വർക്കിനോ അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്തോ പെയിൻറ്റിങ്ങിന് കയറ്റുമ്പോഴോ പാച്ച് വർക്കിന് കയറ്റുമ്പോഴോ ഈ ഒരു മാറ്റ് കാണുന്നുണ്ടെങ്കിൽ ആ കിടന്ന സ്ഥാനത്ത് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ആ മാറ്റ് എടുത്ത് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ആ മാറ്റ് അവിടെ തന്നെ സ്ഥാപിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ആ മാറ്റിൽ വെള്ളത്തിൻ്റെ ഈർപ്പമോ നനവോ പറ്റരുത്. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ ആ മാറ്റ് വീണ്ടും പഴയ സ്ഥാനത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെച്ച് തുരുമ്പ് കയറുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ.